അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ റവയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് പൊടിച്ചെടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. കൂടാതെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്നങ്ങ് അടിച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതുപോലത്തെ ചെറിയ പാത്രത്തിലാണ് ഞാൻ ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വലിയ ബോൾ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. ഇതിൽ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 3/4 ഭാഗം മാവ് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ഈ മാവെല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ കുത്തി നോക്കുന്ന സമയത്ത് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.